വർഷങ്ങൾക്ക് മുമ്പേ ലോകരാജ്യങ്ങളിൽ പലതും തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയിലും EVM സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളും EVM സംബന്ധിച്ച് ഇപ്പോഴും നടക്കുന്നുമുണ്ട്. കൂടാതെ EVM സംബന്ധിച്ച പഠനങ്ങളും റിപ്പോർട്ടുകളും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത്തരം EVMകളുടെ നമ്പറുകൾ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണെന്നും ഈ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നുമാണ്. ഗവൺമെന്റിന് തിരഞ്ഞെടുപ്പുകൾ തടസ്സരഹിതമാക്കാനും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന പ്രക്രിയ വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളാണ് EVMകൾ. EVMകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുക്തമാക്കുമെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ വോട്ടിംഗിൽ EVMകൾ ഉപയോഗിക്കുന്നതിന് ലോകമെമ്പാടും പല ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. EVMകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ഇവ കൊണ്ടു നടക്കാനും വോട്ടുകൾ എണ്ണുന്നതിനും വളരെ സഹായകരവും എളുപ്പവുമാണ് എന്നതാണ്. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് EVMകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇതിൽ സുതാര്യത ഇല്ലെന്നുമാണ്. ഇത്തരം നെഗറ്റീവ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിരോധിക്കുകയും EVMകളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതിന് കർശനമായ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്ത വിവിധ രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജർമ്മനി 2009 ടെക്നോളജിയുടെ രാജാക്കന്മാരായ ജർമ്മനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിരോധിക്കുന്നത്. 1999 യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജർമ്മനി ആദ്യമായി EVM ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് 2004 ജർമ്മനി EVM ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് ജർമ്മൻ ജനതയ്ക്ക് EVMലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവർ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ജർമ്മൻ ഫിസിസിസ്റ്റായ ഉൾറിച്ച് വിസ്നറും അദ്ദേഹത്തിന്റെ മകനും കോടതിയിൽ കേസ് കൊടുക്കുന്നത്. ശേഷം കോടതി ഇവരുടെ വാദം ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിക്കുകയും ചെയ്തു. EVMകൾ ഹാക്കിങ്ങിന് സാധ്യതയുള്ളതിനാൽ അവ രാഷ്ട്രീയ ഉപയോഗത്തിന് യോഗ്യമല്ലെന്നായിരുന്നു ജർമ്മൻ കോടതിയുടെ പ്രഖ്യാപനം. ഒപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിശേഷിപ്പിക്കുകയും ചെയ്തു. 2. നെതർലൻഡ്സ്. EVM ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്ത മറ്റൊരു രാജ്യമാണ് നെതർലൻഡ്സ്. സുതാര്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നെതർലൻഡ്സും EVMകളുടെ ഉപയോഗം നിരോധിച്ചത്. വോട്ടിംഗ് മെഷീനുകളുടെ ആധികാരികതയെ ആളുകൾ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 2008 ഡച്ച് കൗൺസിൽ EVM നിരോധിക്കാൻ തീരുമാനമെടുത്തത്. 3. അയർലൻഡ്. EVMകൾ സ്ഥാപിക്കുന്നതിനായും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ അവ ഉപയോഗിക്കുന്നതിനായും ദശലക്ഷക്കണക്കിന് ഡോളറായിരുന്നു അയർലൻഡ് ചെലവഴിച്ചത്. 3 വർഷത്തേക്ക് ഏകദേശം 51 ദശലക്ഷം പൗണ്ടിലധികമായിരുന്നു അയർലൻഡ് EVMനായി ചെലവഴിച്ചത്. എന്നാൽ അതിനുശേഷം വോട്ടിംഗ് മെഷീനിൽ വിശ്വാസവും സുതാര്യതയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി അയർലൻഡും ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഒഴിവാക്കുകയാണ് ചെയ്തത്. 4. ഇംഗ്ലണ്ട്. രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ ആധുനിക രീതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട്. ഇന്നും അതേ പാതയിൽ തന്നെ തുടരാനാണ് ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിടുന്നതും. 2016 ജനുവരിയിൽ UK പാർലമെന്റ് പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ഉപയോഗിച്ചോ ഇന്റർനെറ്റ് വഴിയോ ഇലക്ട്രോണിക് വോട്ടിംഗ് നിയമാനുസൃത തിരഞ്ഞെടുപ്പുകൾക്കായി അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് വെളിപ്പെടുത്തി. 5. ഫ്രാൻസ്. 2007 ഫ്രാൻസ് EVMകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ദേശീയ പ്രസിഡൻഷ്യൽ പ്രൈമറിലായിരുന്നു ഫ്രാൻസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചത്. രാജ്യം ഇന്റർനെറ്റ് വഴി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്തും ഫ്രാൻസിൽ EVM ഉപയോഗിച്ചിട്ടില്ല. കൂടാതെ 2003 ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി റിമോട്ട് ഇന്റർനെറ്റ് വോട്ടിംഗും ഉപയോഗിച്ചിരുന്നു. ആളുകൾ പേപ്പറിലൂടെ ഇന്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം തെരഞ്ഞെടുത്തതിനാൽ 2009 ഫ്രാൻസ് EVM ഒഴിവാക്കുകയാണ് ചെയ്തത്. 6. ഇറ്റലി. 2006 ഇറ്റലിയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഈ പൈലറ്റ് പ്രോജക്ട് പദ്ധതിയിൽ 3000 വോട്ടർമാരും 4 പോളിംഗ് സ്റ്റേഷനുകളുമായിരുന്നു ഉൾപ്പെട്ടത്. എന്നാൽ ഈ പൈലറ്റ് പ്രോജക്ട് പൂർത്തിയായ ശേഷം ഇറ്റലി കൈകാര്യം ചെയ്യാൻ എളുപ്പവും വില കുറഞ്ഞതുമായ കടലാസ് വോട്ടിംഗിൽ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ രാജ്യങ്ങളൊക്കെ EVMകൾ നിരോധിക്കുകയോ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുമ്പോൾ വ്യവസ്ഥാപിതമായ സമീപനം സ്വീകരിക്കുകയും പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് EVMകൾ ഉപയോഗിക്കുന്നതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന മറ്റു ചില രാജ്യങ്ങളുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലും വെനസ്വേലയിലും EVMകൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിലും വോട്ടുകളുടെ പേപ്പർ ട്രയലുകളുടെ പിൻബലമുണ്ട്. അതായത് VVPATകളുടെ. വോട്ടുകളുടെ ആധികാരികത ക്രമപ്പെടുത്താനും പരിശോധിക്കാനും പൊരുത്തക്കേടുകൾ ഒഴിവാക്കാനും EVMലെ ഈ ലളിതമായ നടപടി സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിലും VVPATകൾ നിലവിലുണ്ട്. EVMൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 7 സെക്കൻഡുകൾക്ക് ശേഷം ഈ VVPAT മെഷീന് താഴെയുള്ള ബോക്സിലേക്ക് വീഴുകയും ചെയ്യും. അതായത് മെഷീനിലും പേപ്പറിലും വോട്ട് രേഖപ്പെടുത്തും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ നിലവിൽ എല്ലാ VVPATകളും ഇന്ത്യയിൽ എണ്ണുന്നില്ല. 24 ലക്ഷം VVPAT വോട്ടിംഗ് മെഷീനുകൾ വാങ്ങുന്നതിനായി ഏകദേശം 5000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ ചെലവാക്കിയത്.
ഒഴിവാക്കിയത്. എന്നാൽ 20,000-ഓളം വരുന്ന EVM-കളിലെ VVPAT-കൾ മാത്രമാണ് എണ്ണുന്നത്. എന്താണ് EVM മെഷീനുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.